എല്ലാവർക്കും നമസ്കാരം. ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ നാളെ നടക്കാനിരിക്കുകയാണ്. അർജൻറ്റീനയും സ്പെയിനും തമ്മിലാണ് മത്സരം. നാളെ രാത്രി 12:30 കളി ആരംഭിക്കുന്നത്. എന്നാൽ അർജൻറ്റീനയും സ്പെയിനും തമ്മിലുള്ള മത്സരത്തിൽ ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അർജൻറ്റീന ജയിക്കണം എന്നും അർജൻറ്റീനയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു. അപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഗസ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകിയ ഒരു രാജ്യമാണ് അർജൻറ്റീന. അതുകൊണ്ട് തന്നെ അർജൻറ്റീന ജയിക്കണം എന്നുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരാഗ്രഹമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലോകകപ്പ് ഫൈനലിൽ അർജൻറ്റീനയ്ക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അർജൻറ്റീനിയൻ അംബാസഡറുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് വരുന്ന ഒരു വാർത്ത. അപ്പോൾ ഇസ്രായേലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന, യഹൂദന്മാരെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ലയണൽ മെസ്സി. അപ്പോൾ പൊതുവെ ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത് സ്പെയിനും അർജൻറ്റീനയും തമ്മിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരത്തിൽ അതിൽ അർജൻറ്റീന ജയിക്കണം എന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുമ്പോൾ പാലസ്തീൻ അനുകൂലികളായ സ്പെയിൻ ജയിക്കണമെന്ന് പാലസ്തീൻ പക്ഷക്കാർ ആഗ്രഹിക്കുന്നു. ഒരു വലിയ വിവാദമാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫുട്ബോളിനെ ഇങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിലും അത് മതപരമായി വിഭജിക്കപ്പെട്ടു. ജനങ്ങളുടെ ഇടയിൽ അത്തരത്തിലുള്ളൊരു സന്ദേശം, അത്തരത്തിലുള്ളൊരു അഭിപ്രായം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ബ്രസീലാണ്. ബ്രസീൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ കേരള സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരുള്ളത്. പ്രത്യേകിച്ച് മലപ്പുറം സൈഡിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുട്ബോൾ വേൾഡ് കപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ പ്രദേശങ്ങളിൽ ഓരോ രാജ്യത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയ ഫ്ലെക്സുകളും ബാനറുകളും പോസ്റ്ററൊക്കെ കാണും. എന്തിനേറെ ഞങ്ങളുടെ നാട്ടിൽ അടിമാലിയിൽ പോലും ആ പ്രദേശങ്ങളിലൊക്കെയും അർജൻറ്റീനയുടെയും പോർച്ചുഗലിൻ്റെയും ബ്രസീലിൻ്റെയും അതുപോലെ ജർമ്മനിയുടെയും ഇംഗ്ലണ്ടിൻ്റെയൊക്കെ പോസ്റ്ററുകൾ, അതായത് അവരുടെ ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ ഫ്ലെക്സുകളൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാനമായി കട്ടൗട്ടറുകൾ നെയ്മറിൻ്റെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ലയണൽ മെസ്സിയുടെയും കട്ടൗട്ടറുകളാണ് ഏറ്റവും കൂടുതൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ ഫുട്ബോളിനെ കേരളത്തിലെ ജനത മതവ്യത്യാസമില്ലാതെ, രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമില്ലാതെ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു വിവാദം ഇപ്പോൾ പുറത്തു വരികയാണ്. അർജൻറ്റീന പൂർണ്ണമായും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു, സ്പെയിൻ പൂർണ്ണമായും പാലസ്തീനെ പിന്തുണയ്ക്കുന്നു. അപ്പോൾ അർജൻറ്റീന ജയിക്കുകയാണെങ്കിൽ അത് യഹൂദന്മാരുടെ ഒരു വിജയമായും, സ്പെയിൻ ജയിക്കുകയാണെങ്കിൽ അത് പാലസ്തീനികളുടെ ഒരു വിജയമായും ചില പത്രമാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ലേഖനങ്ങൾ എഴുതുകയും ചില ആളുകളൊക്കെ വീഡിയോകൾ ഒക്കെ ചെയ്യുകയും ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ട ചില ന്യൂസുകൾ ദർശന ടി വി, ഈ ദർശന ടി വിയിൽ വന്നൊരു വാർത്തയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അതായത് ഗാസ വംശഹത്യയെ തുടർന്ന് അന്തർദേശീയ തലത്തിൽ ഒറ്റപ്പെട്ടു പോയ ഇസ്രായേലിന് ഒരു സൗഹൃദമായും സപ്പോർട്ടുമായും പിന്തുണയുമായി വന്ന ഒരു രാജ്യമാണ് അർജൻറ്റീന. അതുകൊണ്ട് തന്നെ അർജൻറ്റീന ജയിക്കണം എന്നുള്ളത് ഇസ്രായേലിൻ്റെയും യഹൂദ ജനങ്ങളുടെയും ഒരു വലിയ ആഗ്രഹമാണ്. എന്നാൽ അത് സ്പെയിനാണ് ജയിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്പെയിൻ ജയിക്കണമെന്ന് പാലസ്തീനികൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അർജൻറ്റീനയിലുള്ള കളിക്കാർ ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ളവർ ഈ ഇസ്രായേലിൻ്റെ പതാകയുമായി
നിൽക്കുന്നു. അതേസമയം സ്പെയിനിലെ കളിക്കാർ പാലസ്റ്റീൻ്റെ പതാകയുമായി അതോടൊപ്പം തന്നെ ഇറാൻ്റെ പതാകയുമായിട്ടൊക്കെ നിൽക്കുന്നു. അപ്പോൾ ആഗോളതലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഫുട്ബോളിൽ പോലും മതപരമായ ഒരു വിഭാഗീയത ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നാളെ നടക്കുന്ന ഈ മത്സരം, അർജൻറ്റീനയും സ്പെയിനും തമ്മിലുള്ള ഒരു മത്സരം ഒരു വലിയ വിവാദത്തിന് തന്നെ തിരികൊളുത്തിയിരിക്കുകയാണ്. അപ്പോൾ ലയണൽ മെസ്സിയെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ലയണൽ മെസ്സി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയും ഇസ്രായേലിൻ്റെ പതാക കയ്യിലേന്തിക്കൊണ്ട് ഈ ഫുട്ബോൾ സ്റ്റേഡിയത്തിലൂടെ നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ലയണൽ മെസ്സി ഇസ്രായേൽ സന്ദർശിക്കുക, അവിടെ പോയി പ്രാർത്ഥന നടത്തുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ എന്തായാലും ആഗോളതലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു വലിയ മതപരമായ ഒരു വിഭാഗീയതയിലേക്ക് വരികയാണ്. ചില ആളുകൾ അഭിപ്രായപ്പെടുന്നു അള്ളാഹുവും യഹോവയും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഇനി ഈ കളിക്കളത്തിൽ കാണാൻ പോകുന്നത് എന്നുള്ളത് വരെ ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില ആളുകൾ, ചില യൂട്യൂബർമാരൊക്കെ അത് പറയുകയാണ്. എന്താണ് കളിക്കളത്തിൽ കാണാൻ പോകുന്നത്? അള്ളാഹുവും യഹോവയും തമ്മിലുള്ള ഒരു യുദ്ധമാണ് എന്ന് പറഞ്ഞാൽ പാലസ്തീനെയും ഇറാനെയും സപ്പോർട്ട് ചെയ്യുന്ന സ്പെയിനും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അർജൻറ്റീനയും തമ്മിൽ നേർക്കുനേർ ഒരു വലിയ യുദ്ധം നടക്കുമ്പോൾ, അതായത് ഫുട്ബോൾ മാമാങ്കം അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഫൈനൽ നടക്കുമ്പോൾ പാലസ്തീനെയും ഇറാനെയും പിന്തുണയ്ക്കുന്നവർ സ്പെയിൻ്റെ പക്ഷത്തും ഇസ്രായേലിനെയും അമേരിക്കയും പിന്തുണയ്ക്കുന്നവർ അർജൻറ്റീനയുടെ പക്ഷത്ത് നിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഫുട്ബോളിൽ മതമുണ്ടോ എന്ന് ചോദിച്ചാൽ മതമില്ല, പക്ഷേ അതൊരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്തായാലും നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം ആര് ജയിക്കും. അർജൻറ്റീന ജയിക്കുമോ സ്പെയിൻ ജയിക്കുമോ? സ്പെയിൻ ആണ് ജയിക്കുന്നതെങ്കിൽ പാലസ്തീൻ്റെയും ഇറാൻ്റെയും ഒരു വിജയമായിട്ട് അവർ അതിനെ കൺവേർട്ട് ചെയ്യും. അതേസമയം അർജൻറ്റീനയാണ് ജയിക്കുന്നതെങ്കിൽ അത് യഹൂദൻ്റെയും ഇസ്രായേലിൻ്റെയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെയും ഒക്കെ ഒരു ജയമായി അതിനെ ആളുകൾ വിലയിരുത്തപ്പെടും. എന്തായാലും നമുക്ക് നോക്കിയിരുന്ന് കാണാം ആരാണ് ജയിക്കുന്നത്. അർജൻറ്റീനയാണോ ജയിക്കുന്നത്, സ്പെയിനാണോ ജയിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം. എന്തായാലും മതപരമായ രീതിയിൽ ഇതിനെ വിഭജിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ചില ആളുകൾ ഇതിനെ ബോധപൂർവം മതത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും ഒരു തെറ്റായ നടപടിയാണ്. അപ്പോൾ ഒരു ഫുട്ബോൾ നടക്കുമ്പോൾ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കളിക്കുമ്പോൾ അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാക്കേണ്ട ആവശ്യകത ഇല്ലെങ്കിലും ചില ആളുകൾ അതിനെ ബോധപൂർവമായി മതത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.